Dear children, we have studied the structural organization in animals and the cockroach. Its morphological features. And in the morphological features, the exoskeleton is a chitinous exoskeleton, which is made of many hardened plates called sclerites. Here picture is the when we remove the dorsal sclerites, tergites, remove ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണത്. എന്തിനാണ് അത് റിമൂവ് ചെയ്യുന്നത്? ഏറ്റവും പുറമുള്ള എക്സ്റ്റേണൽ കവറിങ്സ് റിമൂവ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ ഇന്റേണൽ സ്ട്രക്ചർ. ദ സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഈസ് കോൾഡ് അനാട്ടമി. അപ്പൊ നമുക്ക് ഇനി നമ്മൾ നോക്കുന്നത് അനാട്ടമിയാണ്. ദ ഇന്റേണൽ സ്ട്രക്ചർ. എന്തൊക്കെ ഇന്റേണൽ സ്ട്രക്ചർ കാണാം? ഒരു ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണാം. ദാറ്റ് ഈസ് ദ ഡോഴ്സൽ ബ്ലഡ് വെസൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് അല്ലേ? അത് വളരെ ക്ലിയർ അല്ല. പക്ഷെ കാരണം ഇവിടെ ഒരു വൈറ്റിഷ് ഒരു സ്ട്രക്ചർ ഒരു ഇങ്ങനെ നിൽക്കുന്ന കാണാം. അത് അതിന്റെ ഫാറ്റ് ബോഡിയാണ്. ഈ ഫാറ്റ് ബോഡിയും കൂടി റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള പാർട്സിന് ക്ലിയർ ആയിട്ട് കാണാനായിട്ടൊക്കെ പറ്റുക. അപ്പൊ പണ്ടൊക്കെ കുട്ടികൾക്ക് ലാബിൽ ഇത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഇന്നർ പാർട്സ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ അതിന് പകരം ആ പാർട്സ് ഒക്കെ നമ്മൾ പടം വരച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലാബ് വർക്കായിട്ട് തരണത്. അപ്പൊ എനിവേ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണത്. അപ്പൊ നമ്മള് കണ്ടോ പിന്നൊക്കെ വെച്ച് അതിനെ ഒരു ഡിസെക്ഷൻ ബോർഡിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് അതിന്റെ ഏറ്റവും പുറമേയുള്ള കവറിങ് ടെർഗൈഡ്സ് റിമൂവ് ചെയ്തേക്കുക. ഹെഡിന്റെ ഈ സെക്ഷൻ തൊട്ട് അറ്റം വരെ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളിൽ ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ കാണുന്ന പാർട്സ് ആണ് ഇത്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാണും? വൈറ്റിഷ് കാണുന്നത് ഫാറ്റ് ബോഡീസ് ആണ്. ഇത്രയും വരെയുള്ള ഭാഗം നമുക്കറിയാം തോറാക്സ് ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അബ്ഡമൻ, ഒരു 10 സെഗ്മെന്റ് അബ്ഡമൻ ഇവിടെ കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇവിടെ ഈ പ്രോതോറാക്സ്, മീസോതോറാക്സ്, മെറ്റാതോറാക്സിന്റെ ഭാഗമാണ്. നമുക്കറിയാം ആ ഒരു ഏരിയയിൽ നിന്നാണ് വിങ്സും അതുപോലെ വെൻട്രൽ സൈഡിലെ ലെഗ്സും പുറപ്പെടുന്നത്. അപ്പം അവിടെ അതിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഇവിടെ ധാരാളമായിട്ട് കാണാം. കണ്ടത് ഒരു മസിൽമാൻ പോലെ കാണും, മസിൽസ് കാണും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ആ ഡൈജസ്റ്റീവ് ട്രാക്ട് ഇങ്ങനെ പോന്നേക്കുന്നത്. അപ്പൊ ഡൈജസ്റ്റീവ് ട്രാക്ട് ഇത് ഇവിടെ നമുക്ക് ക്രോപ്പ്, മിഡ്ഗട്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു ഇൻഡസ്റ്റൈനൽ കൊളോണൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഫാറ്റ് ബോഡി ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ പുറത്തേക്ക് എടുത്തൊരു പിക്ചറാണ് ഇത്. കണ്ടോ അതിന്റെ ഡൈജസ്റ്റീവ് ട്രാക്ട് കണ്ട. അപ്പൊ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് കാണുമ്പോൾ എന്താ മനസ്സിലാവണത്? ഇതിന്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ, പക്ഷെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ലെങ്ത് അതിനേക്കാൾ നീളം കൂടുതലാണ് അല്ലെ? അതായത് അത് കോയിൽ ചെയ്തിട്ടായിരിക്കും ഇത്രയും സ്പേസിൽ അത് ഇരിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ ഒരു എവല്യൂഷണറി പ്രോസസ് പറയുമ്പോൾ നമ്മൾ അനലിഡ, ഇതിന്റെ തൊട്ട് മുമ്പത്തെ പ്രിയ ഫയല അനലിഡയാണ്. അനലിഡയുടെ സ്ട്രെയിറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്. ഇവിടെ വന്നപ്പോഴേക്കും അത് കുറച്ചുകൂടി കോയിൽഡ് ആയിട്ടുണ്ട്. എന്തിനാണത്? അതിന്റെ ഡൈജഷൻ ഒക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡും അഡ്വാൻസ്ഡും ആണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ഏരിയ വന്നേക്കാണ് ഡൈജസ്റ്റീവ് ഫുഡ് മെറ്റീരിയലിന് പോവാനായിട്ട്. അപ്പോ അതിൽ കൂടെ കൂടുതൽ ഡൈജഷൻ, അസിമിലേഷൻ ഒക്കെ നടത്താൻ കുറച്ചുകൂടി സർവൈവൽ റേറ്റ് കൂടുതൽ ആവണു ആർക്ക്? ഈ കോക്രോച്ചസിന്. ഓക്കെ, അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള വേറൊരു പിക്ചറും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ലാബിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ സ്കെച്ച് ആൻഡ് ലാബൽ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് എന്നാണ്. അപ്പോ ഈ പടം വേണ്ട കേട്ടോ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം വേണ്ട. ഈ ഒരു സെക്ഷൻ മാത്രം വരച്ചാൽ മതി. ബോഡി വാള്, ബോഡി വാളിൽ നിന്ന് ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുള്ള ഒരു പിക്ചർ. ഈ പിക്ചർ വരച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട്? ദ അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച്. അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 3 സെക്ഷൻസ്. നോക്കൂ, ഇവിടെ നിന്ന് തൊട്ട് ഈ മൗത്ത് റീജിയൻ തൊട്ട് ഇവിടം വരെയുള്ള ഈ പോർഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദാറ്റ് പോർഷൻ ഈസ് എ ബൾക്കി പോർഷൻ. ദാറ്റ് പോർഷൻ ഈസ് ദ ഫോർഗട്ട്. അവിടുന്ന് ഈ ഫോർഗട്ട് എൻഡ് ചെയ്തിരിക്കുന്നിടത്ത് കുറച്ച് ഫിലമെന്റസ് പോലെ കുറച്ച് ഫിംഗർ ലൈക്ക് പ്രോസസ്സസ് കാണാം. അതുപോലെ അവസാനിക്കുന്ന ഒരു ഭാഗത്തും കുറച്ച് ഫിലമെന്റസ് പ്രോസസ് കാണാം. അതിനിടയിലുള്ള ഒരു സ്ട്രെയിറ്റ് ട്യൂബ്, ദാറ്റ് ഈസ് ദ മിഡ്ഗട്ട് ഓർ മീസെന്ററോൺ. And the later portion is the more coiled portion, that is the hindgut, which is more
broader than this midgut. Then which are the three portions? Foregut, midgut, and hindgut. And the foregut ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ it is divided into again portion, the pharynx, esophagus, crop, and it is terminated with the gizzard. അപ്പം ഇവിടെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രം ദ മൗത്ത് ടു ഏനസ്, ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഏനസ് അല്ലേ. അപ്പൊ ആ ഒരു ഇവിടെ മൗത്തിൽ കൂടെ കയറി പോകുന്നിട്ട് ഇതിൽ കൂടെ ഒരു ട്രിപ്പ് നടത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് പോണ വഴിയിൽ നമുക്കറിയാലോ, ബസ് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റോപ്പ് ഉണ്ടാവും. അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ ട്രാക്റ്റിന് ഓരോ പർട്ടിക്കുലർ ഏരിയയില് ഓരോരോ പേരിലാണ് അത് പറയുക. അപ്പൊ ആ പേരുകൾ ഓർഡറിൽ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. എത്ര സ്റ്റോപ്പ് ഉണ്ട്? മൗത്ത് ഫസ്റ്റ് സ്റ്റോപ്പ്, ലാസ്റ്റ് സ്റ്റോപ്പ് ഏനസ് ആണെങ്കിൽ ഇടയിൽ കാണുന്ന പാർട്സ് ഒക്കെ ഓർഡറിൽ പഠിക്കുക. ദെൻ മൗത്ത്, ഫാരിങ്സ്, ഇസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, മീസെൻട്രോൺ ഓർ മിഡ്ഗട്ട്, ഇലിയം, കൊളോൺ, റെക്ടം, എനസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്സ്. ഇനി നമുക്ക് ഓരോന്നിനും ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ, മൗത്ത് നമുക്കറിയാം, മൗത്ത് പാർട്സ് അത് വെച്ചിട്ടാണ് ഫുഡ് അത് ക്യാപ്ചർ ചെയ്തത്. എന്നിട്ട് ഹൈപ്പോഫാരിങ്സ് കൂടെ അത് ഫാരിങ്സിന്റെ ഉള്ളിലേക്ക് അത് ഇട്ട് കൊടുത്തു. അപ്പൊ ഫാരിങ്സ് എന്ന പോർഷൻ ഫസ്റ്റ് പോർഷൻ ആണ് ഡൈജസ്റ്റീവ് ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. അവിടെയാണ് അപ്പൊ ഫുഡ് കിട്ടിയേക്കുന്നത്. അതിനുമായിട്ട് ഫാരിങ്സ് ഈസ് ഓപ്പൺഡ് വിത്ത് ഡക്ട് കമ്മിങ് ഫ്രം ദ സലൈവറി ഗ്ലാൻഡ്സ്. നോക്കൂ, നല്ല പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പെയർ ഓഫ് റിസർവോയേഴ്സ് ആർ പ്രസന്റ്. ഇവിടുത്തെ ഗ്ലാൻഡ് ഉണ്ട്, റിസർവോയർ ഉണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടി ഇതാണ് സലൈവറി അപ്പാരറ്റസ്. അപ്പൊ ഈ സലൈവ അത് നന്നായി ഉൽപ്പാദിപ്പിക്കും. ആ സലൈവ വെച്ചിട്ട് ഈ ഫുഡ് മിക്സ് ചെയ്തിട്ട് ഫുഡ് ജസ്റ്റ് എൻ്റർ ഇൻ ടു ദ നെക്സ്റ്റ് എന്താണ് പോർഷൻ, ദാറ്റ് ഈസ് ദ നാരോ ട്യൂബുലാർ പാസേജ്. ദ നാരോ ട്യൂബുലാർ പാസേജ് ഈസ് ദ ഇസോഫാഗസ്. അതിൽ കൂടെ ഫുഡ് സലൈവയായിട്ട് മിക്സ് ചെയ്ത് വന്ന് ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ വന്ന് സ്റ്റോർ ചെയ്യും. കിട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് ക്രോപ്പ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്രോപ്പ്? ആസ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ദെൻ അവിടെ നിന്ന് ഫുഡ് കുറേശ്ശെ തൊട്ടടുത്ത പോർഷനിലേക്ക് കൊടുക്കും. വിച്ച് ഈസ് ദാറ്റ് പോർഷൻ? ദ ഗിസാർഡ്. ഗിസാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി ബലത്തിൽ പറയണില്ലേ? ഇസഡ്, 2 ഇസഡ് ഉണ്ട് കേട്ടോ, ഗിസാർഡ്. It is a thick portion and it help for grinding food. ഫുഡ് പൾവറൈസിങ് ദ ഫുഡ്, അത് നന്നായി മിക്സപ്പ് ചെയ്യുക, സ്മോൾ പീസസ് ആക്കുക. ആ ഒരു ഫംഗ്ഷനാണ് ഗിസാർഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിനുള്ള പണി എന്താണ്? അതിനൊരു തിക്ക് ഔട്ടർ മസിൽ ലെയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇന്നർ ലെയർ ഹാവിങ് വിത്ത് 6 ക്യൂട്ടിക്കുലാർ പ്ലേറ്റ്സ്. നമ്മള് കൈറ്റിനസ് ക്യൂട്ടിക്കിളില്ലേ, ആ ഹാർഡ് പ്ലേറ്റ്സ് ഇതിന്റെ അകത്തുണ്ട്. ഒരു 5-6 എണ്ണം ഉണ്ട്. ആ 6 പ്ലേറ്റുകൾ വെച്ചിട്ട് ഒരു മിക്സിയുടെ ബ്ലേഡ് പോലെ അത് എന്താ പറയാ, ഗ്രൈൻഡിങ് ദ ഫുഡ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പൊ ഗിസാർഡിൽ വെച്ചിട്ട് ഫുഡ് ഇങ്ങനെ നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ട് ദാറ്റ് ഫുഡ് ജസ്റ്റ് ഇറ്റ് ലീവ്സ് ഇൻ ടു ദ നെക്സ്റ്റ് സ്ട്രേറ്റ് ട്യൂബ്, ദാറ്റ് ഈസ് ദ മീസെൻറ്ററോൺ. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നടക്കുന്നത്, certain finger like structures are opens into the gizzard. ഈ ഗിസാർഡിന്റെ ബേസൽ പോർഷനിലേക്ക് these tubular portions, that is the hepatic CK or gastric CK എന്ന് പറയും. ആ സ്ട്രക്ചർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. It is a ring of 6 to 8 tubules present at the junction of foregut and midgut. Foregut in the midgut തുടങ്ങുന്നിടത്താണത്. അപ്പോൾ ഈ hepatic CK are the digestive glands secreting certain juices. ആ ജ്യൂസ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോയി. അപ്പോൾ ഗിസാർഡ് എന്ന് പറഞ്ഞ ഫുഡിലേക്ക് ആ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് ഇറ്റ് എൻ്റർ ഇൻ ടു ദ മീസെൻട്രോൺ. മീസെൻട്രോണിന്റെ ഉൾഭാഗമാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ ഹാവിങ് സർട്ടൻ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് സെക്രീറ്റിംഗ് സർട്ടൻ ജ്യൂസസ്. അപ്പം ഏറ്റവും കൂടുതൽ ഡൈജഷൻ ആൻഡ് എസിമിലേഷൻ, അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത് ഈ മീസെൻട്രോണിലാണ്. ഏറ്റവും കൂടുതൽ നന്നായി ഫുഡ് ഡൈജഷൻ നടക്കുക മീസെൻട്രോണിലാണ്. ദെൻ ഇറ്റ് റീച്ച് ഇൻ ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ മിഡ്ഗട്ട്, ദാറ്റ് ഈസ് ദ ഇലിയം. ഇലിയം പോർഷൻ ഒരു കൺസ്ട്രിക്റ്റഡ്, വളരെ നേരിയൊരു പോർഷൻ ആണ് ഇലിയം പോർഷൻ. ആൻഡ് ടു ദ ഇലിയം there present it is armed with certain tubules. Again yellowish filament structures are seen around it, that is called the Malpighian tubule. അത് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്, ഡൈജഷനുമായി പങ്കുള്ളതല്ല. അപ്പോൾ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ഇവിടെ കാണുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ ഓർത്താൽ മതി. ദാറ്റ് ഈസ് ദ Malpighian tubule. It mark the end of mesenteron.
അവിടെ നിന്നാണ് ഇലിയം കാണുന്നത്. ദെൻ ഇലിയം കഴിഞ്ഞാൽ ഇലിയം ഇസ് ദ ഫസ്റ്റ് പോർഷൻ ഓഫ് ഹൈൻഗട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഏത് പോർഷൻ തുടങ്ങും? കൊളോൺ. കൊളോൺ ഈസ് എ കോയിൽഡ് ബ്രോഡ് ട്യൂബ്. ആ കോയിൽഡ് ബ്രോഡ് ട്യൂബ് ആണ്. അപ്പോൾ അവിടെ ബാക്കി കണ്ടിന്യൂയിങ് ദ അബ്സോർപ്ഷൻ ആൻഡ് ഫൈനലി ഇറ്റ് റീച്ച് ഇൻ ടു എ സ്മോൾ ലാർജർ ഏരിയ, വൈഡർ ഏരിയ, ദാറ്റ് ഈസ് കോൾഡ് ദ റെക്ടം. അപ്പോൾ ഇലിയം, കൊളോൺ, റെക്ടം 3 പോർഷൻ ആയിട്ട് ഹൈൻഗട്ടിനെ തിരിക്കാം. ആൻഡ് ദ റെക്ടം എത്തിക്കഴിയുമ്പോൾ ദ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് ആർ കളക്റ്റഡ്. Most of the water is reabsorbed from the colon, and finally the waste materials, excretory as well as nitrogenous waste materials are accumulated in the rectum. ഏറ്റവും വെള്ളമെല്ലാം നല്ലോണം വലിച്ചെടുക്കും ഇവിടെ നിന്നൊക്കെ. എന്നിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ഒരു പൊടി പോലെയുള്ള ഫീക്കൽ മെറ്റീരിയൽസ് ആർ എലിമിനേറ്റഡ് ത്രൂ ദ anus, that the discard the waste. അപ്പൊ നമ്മളിവിടെ ഓർക്കേണ്ടത് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. വിച്ച് ആർ ദ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് പ്രസന്റ് ഇൻ കോക്രോച്ച്? ദ ഡൈജസ്റ്റീവ് ഗ്ലാൻസ്, സലേവറി ഗ്ലാൻസ് നമ്മൾ കണ്ടല്ലോ. പിന്നെ ഹെപ്പാറ്റിക് ആൻഡ് ഓർ ഗ്യാസ്ട്രിക് സീക്ക, ദെൻ ദ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇൻ ദ മിഡ്ഗട്ട്. അങ്ങനെ 3 ടൈപ്പ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇതിന് കാണാനായിട്ട് പറ്റും. നോക്കൂ, ഈ ഒരു പിക്ചർ ഇത് കാണുമ്പോൾ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം മറക്കരുത്. ഇവിടെ ഈ കാണുന്നത് എന്താണ്? ഹെപ്പാറ്റിക് സീക്കയാണ്. ഹെപ്പാറ്റിക് സീക്ക ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ദേ ആർ ദ ഗ്ലാൻഡ്. ഇത് നമ്മളുടെ ലിവർ, പാൻക്രിയാസ് ഒക്കെ ചെയ്യണ പണി ഈ ഹെപ്പാറ്റിക് സീക്ക ഒറ്റയ്ക്ക് ചെയ്യാണ്. എന്നിട്ട് അത്തരം ജ്യൂസുകളൊക്കെ ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ സെക്രീറ്റ് ചെയ്ത് ഈ ഗിസാർഡിന്റെ തൊട്ട് താഴേക്ക് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഫുഡ് ഇതുമായി മിക്സ് ചെയ്തിട്ടാണ് ഈ മീസെൻട്രോണിൽ കൂടെ കടന്നു വരുന്നത്. അഗെയിൻ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പിക്ചർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ലാബിൽ ചെയ്യാനായിട്ട് കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറയാ ട്രക്കിയൽ ട്യൂബ്സ് അല്ലെങ്കിൽ ട്രക്കിയോൾസ് എന്നാണ്. നോക്കൂ, ഇതിനകത്ത് ഇപ്പൊ ഈ കാണുന്നത് അതിൽ ബ്രാഞ്ച് ചെയ്ത് കിടക്കുന്ന കുറെ ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അതിന്റെ ഓപ്പണിങ്സ് എന്ന് പറയുന്നത്, ഇതിനൊരു സിംഗിൾ, നമുക്കൊരു മൂക്ക് അതിൽ കൂടെയാണല്ലോ ഓരോ സിംഗിൾ ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ട് ഓപ്പണിംഗ് ആയിട്ട്. ഇതിനങ്ങനെയല്ല, ഇതിന്റെ ശരീരത്തിന്റെ സൈഡിലാണ് ഈ ഓപ്പണിങ്സ് ഒക്കെ കാണുന്നത്. ട്രക്കിയൽ ട്യൂബ്സ്, ഇതിൽ നിറയെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബ്രാഞ്ച്ഡ് ട്യൂബ്യൂൾസ് ആണ് ഇറ്റ്സ് റെസ്പിറേറ്ററി പാർട്സ്. ദേ ആർ കോൾഡ് ട്രക്കിയൽ ട്യൂബ്സ്. ആ ട്രക്കിയൽ ട്യൂബ്സ് വല്ലാതെ ബ്രാഞ്ച് ചെയ്യുക, ദാറ്റ് ഈസ് സബ്ഡിവൈഡഡ്. ദാറ്റ് സബ്ഡിവിഷൻസ് ഓഫ് ട്രക്കിയൽ ട്യൂബ് ഈസ് കോൾഡ് ട്രക്കിയോൾസ്. അപ്പൊ ട്രക്കിയോൾ എന്ന് എഴുതിയാലും ട്രക്കിയൽ ട്യൂബ്സ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് റെഡിയാണ്. ദാറ്റ് ദ റെസ്പിറേറ്ററി ഓർഗൻസ്. ആൻഡ് ദേ ആർ network of branched tubules. They are the network of branched tubules, and they opened out through certain openings called the spiracles. ആ spiracles ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്പൈറക്കിൾസ് എവിടെയൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇവിടെ സ്പൈറക്കിൾ ഉണ്ട് എന്ന് പഠിക്കുക. അതൊരു 10 pairs of spiracles ഉണ്ട്. Then എവിടെയാണ് അത് കാണാം? They are all present on the lateral side. And the openings are guarded by sphincters. Sphincters എന്ന് വെച്ചാൽ വാൽവുകൾ എന്നർത്ഥം. ചില വാൽവുകൾ വെച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് വായുവിനെ ഇതിലേക്ക് കടത്തി വിടുന്നത്. ഒരു വാൽവൊക്കെ ഉണ്ട് അതിനെ കടത്തി വിടാനായിട്ട്. ഓക്കെ, ആൻഡ് ദ എയർ എൻറ്റർ ത്രൂ ദ ട്യൂബ്സ്. ഈ ട്യൂബിൽ കൂടെ എയർ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് റീച്ച് ഇൻ ടു ദ ടിഷ്യൂസ്. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഈ ബ്രാഞ്ചഡ് ട്രക്കിയോൾസിൽ കൂടെ വന്ന് അവസാനം അത് ടിഷ്യൂവിന്റെ അടുത്ത് വരെ വരും. ആ ടിഷ്യൂവിന്റെ അടുത്ത് വരെ വരുമ്പോൾ എന്താ, നേരിട്ട് ഈ ഓക്സിജൻ ക്യാൻ ഡിഫ്യൂസ് വിത്ത് ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ ടിഷ്യൂസ്. അപ്പൊ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ബൈ ഡിഫ്യൂഷൻ. നേരിട്ടാണ് എത്തണത്. ഓരോ ടിഷ്യൂവിന്റെ അടുത്തേക്കും നേരിട്ട് വന്നിട്ടാണ് ഓക്സിജൻ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ട്രക്കിയൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം. നമുക്ക് നമ്മളുടെ സർക്കുലേറ്ററി വഴിയാണ് നമുക്ക് എന്ത് കിട്ടുക, ഓക്സിജൻ ഒക്കെ സപ്ലൈ ചെയ്ത് കിട്ടുന്നത് അല്ലെ. എന്നാൽ ഇവർക്ക് ഓക്സിജൻ കിട്ടുന്നത് ട്രക്കിയൽ ട്യൂബ്സ് വഴി നേരിട്ടാണ്. അപ്പൊ ഇതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ്? ഇതിനൊരു ഹാർട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, ഇറ്റ്സ് ഹാസ് എ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്. ഇതിനൊരു ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത്. കാരണം അതിന്റെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോർഷൻ, അതിൽ നിന്ന് ബ്ലഡ് വെസല് കുറച്ചൊക്കെ ഇങ്ങോട്ട് പുറപ്പെട്ടേക്ക് വന്ന, പക്ഷേ അത് എന്താ പറയാ, സർട്ടൻ സ്പേസസിൽ വന്ന് തുറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് ബ്ലഡ് വെസൽസ് കാണുന്നില്ല, ഓപ്പൺ ബ്ലഡ് വെസൽസ് കാണുന്നത് കൊണ്ട് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്.
that blood vessels are open into certain spaces. കണ്ടോ കുറച്ച് സ്പേസിലേക്കാണ് വന്ന് തുറക്കുന്നത്. അത്തരം സ്പേസിനെ പറയുന്ന പേര് ലാക്യൂണ എന്നാണ്. ദാറ്റ് ഈസ് സൈനസസ് എന്നൊക്കെ പറയും. ദ ബ്ലഡ് ഫിൽഡ് സ്പേസസ്, ആ സ്പേസിൽ ബ്ലഡ് ഫിൽ ചെയ്തിരിക്കുമ്പോൾ ആ സ്പേസിനെ സൈനസിനെ ഹീമോസീൽ എന്നും പറയും. ബ്ലഡ് ഫിൽഡ് സ്പേസസ് ഈസ് അതർവൈസ് നോൺ ആസ് ഹീമോസീൽ. അപ്പൊ ഹീമോസീൽ, ദ ബ്ലഡ് ഫിൽഡ് സ്പേസസ് ഓർ സൈനസസ് in which blood is present, that blood is called hemolymph. കോക്രോച്ചിന്റെ ബ്ലഡിന് എന്താ പറയാ? ഹീമോലിംഫ് എന്നാണ് പറയാ. പക്ഷെ ഹീമോലിംഫ് നമ്മളുടെ ബ്ലഡ് പോലെ നോട്ട് റെഡ് ഇൻ കളർ, ബിക്കോസ് ഇറ്റ് ഈസ് കളർലെസ് പ്ലാസ്മ ആൻഡ് certain cells called ഹീമോസൈറ്റ്സ് present. RBC, റെഡ് ബ്ലഡ് സെൽസ് ഒന്നും അതിലില്ല. അതിലുള്ള സെല്ലിന്റെ പേര് ഹീമോസൈറ്റ് എന്നാണ്. പിന്നെ അത് കളർലെസ് പ്ലാസ്മ ആണ്. അപ്പൊ ഒരു കളർലെസ് ഫ്ലൂയിഡ് ആയിട്ടാണ്. ബ്ലഡിന്റെ കളർ നമ്മുടെ റെഡ് കളർ അല്ല. പിന്നെ ഇതില് അപ്പൊ ഈ സൈനസസ് അല്ലെങ്കിൽ ഹീമോസീൽ ഉണ്ടല്ലോ, ഹീമോസീലിനകത്താണ് എല്ലാ അവയവങ്ങളും, അതിന്റെ ഓർഗൻസ് ആർ ബാത്ത്ഡ് ഇൻ ദ ഹീമോസീൽ, ടിഷ്യൂസ് ആർ ബാത്ത്ഡ് ഇൻ വിത്ത് ദ ഹീമോസീൽ. അപ്പൊ ആ ഹീമോസീലിലേക്കാണ് ഓരോ ട്രക്കിയൽ ട്യൂബും വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ നേരിട്ട് ആ ടിഷ്യൂസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹാർട്ട് ഈസ് ട്യൂബുലാർ. ഹാർട്ട് ഈസ് ട്യൂബുലാർ എവിടെയൊക്കെയാണ്? ഡോർസലി. ട്യൂബുലാർ കണ്ട നീളത്തിലാണ് കാണുന്നത് ഹാർട്ട്. അതുപോലെ ഇറ്റ് ഈസ് ഡോർസലി പ്രസന്റ്, അതിന്റെ ഡോർസൽ സൈഡിലാണ് കാണുന്നത്. ആൻഡ് ഈസ് ചേംബേർഡ്, കുറെ ചേംബർ ഉണ്ട് കണ്ട, കുറെ 10-13 ചേംബർ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഹാർട്ട് ഇത് വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ലാസ്റ്റ് ചേംബറിൽ നിന്ന് തൊട്ട് മുമ്പിലത്തെ ചേംബറിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് അവസാനം ദ ബ്ലഡ് പമ്പ്സ് ഫ്രം ദ ആന്റീരിയർ ചേംബർ ഇൻ ടു ദ സൈനസ്, അവിടെയുള്ള സൈനസിലേക്ക് കൊടുക്കും. അപ്പൊ സൈനസിൽ നിന്ന് അടുത്ത സൈനസുകളിലേക്ക് ആ ബ്ലഡ് ഇങ്ങനെ ഒഴുകി ഇറങ്ങും. Again, that blood from the sinus move into the heart through certain openings present on the lateral side of the heart, that is called ostia. Ostia എന്ന് വെച്ചാൽ ഓപ്പണിംഗ് അർത്ഥമുള്ളൂ. നമ്മള് സ്പോഞ്ചസിൽ പഠിച്ച അതേ വേർഡ് തന്നെയാണ് കേട്ടോ, ഓസ്റ്റിയ. ഓസ്റ്റിയ is the lateral openings of the heart. കോക്രോച്ചസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്ലഡ് തിരിച്ച് ഹാർട്ടിന്റെ ഉള്ളിൽ എത്തും. Again, heart pumps blood from the anterior portion to the sinus. Then from the sinus, blood returns to heart through the ostia. That is, it's a circulatory system. Okay, children, നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. Excretion. Thank you.